രേണുസുതി ഇനി എന്ത് ചെയ്താലും ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ ശ്രദ്ധേയമായത്. പല ചാനലുകളും ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതി പലതരത്തിലാണ്. ചിലർ മര്യാദ അതിരുവിടില്ല. ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ മുഖമടച്ച് ഒന്ന് കൊടുക്കുവാൻ തോന്നും. ഉത്തരം മുട്ടിക്കുന്ന അല്ലെങ്കിൽ മറുപടി കറക്റ്റായി കൊടുക്കാൻ കഴിയാത്ത ചില ചോദ്യങ്ങളെ ചോദ്യകർത്താവ് തയ്യാറാക്കി ഉത്തരം നൽകുന്ന വ്യക്തിയെ വളരെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു രേണുസുതി നേരിട്ടത്. ചോദ്യങ്ങളുടെ രീതിയും ശൈലിയും ചോദിക്കുന്നവർ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ടാകാം. അതിനിടയിൽ ചില അഭിനയവും എല്ലാം ചേരുമ്പോഴാണ് ആ ചാനൽ കാണാൻ 10 പേര് മെനക്കെടുന്നത്. മോശം പറഞ്ഞു ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. ഇതിൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടാൽ മനസ്സിലാകാവുന്നതേയുള്ളൂ. രേണുവിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ആ ചാനൽ ചോദിച്ചത്. രേണു എന്ന വ്യക്തിയെയും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ചെയ്യുന്ന ജോലിയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങളെ രേണു നേരിടുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. ചില അഭിനയം തനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ രേണു എന്ന അഭിനേത്രിയുടെ നിലവാരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ പണിക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമാണ്. ഓടി തള്ളച്ച് എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നത് പിഴിയുന്നു അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലൊക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതിനെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമ അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധി മരിച്ച ശേഷമുള്ള രേണു ഇന്ന് പലതും പഠിച്ചു. ജീവിക്കാനുള്ള മാർഗം മുന്നിലുണ്ട്. അത് നമ്മുടെ പരിശ്രമം കൊണ്ടേ വാതിൽ തുറക്കൂ എന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് രേണു. ഇപ്പോഴുള്ള ഈ അഭിനയ ജോലി എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതായാൽ അതിനുള്ള മാർഗവും രേണു മുന്നിൽ കണ്ടിട്ടുണ്ട്. സുധി മരിച്ചപ്പോൾ രേണുവിന് ആരും സ്ഥലവും വീടും കൊടുത്തിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. വളരെ ശരിയല്ലേ? സുധി മരിച്ച ശേഷം സ്ഥലം കൊടുത്തതും വീട് വെച്ച് കൊടുത്തതും മക്കളുടെ പേരിലാണ്. ആ സത്യം വിളിച്ചു പറയുമ്പോഴാണ് ചിലർ വളച്ചൊടിച്ച കാര്യങ്ങൾ വഷളാക്കുന്നത്. സുധിച്ചേട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു തലക്കനമില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. കരയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല. ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാതെ വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. എല്ലാവർക്കും അറിയേണ്ട ഒരു ഉത്തരമായിരുന്നു അടുത്തത്. അത് മുൻകൂട്ടി കണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്. സുധി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്ന്. അതിന് വ്യക്തമായ മറുപടി രേണു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ അവസരങ്ങളെല്ലാം തന്നെ തേടി വന്നതാണെന്നാണ് രേണു പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ അത് ഇരുന്നോട്ടെ. പക്ഷെ പല രീതിയിൽ വിവാദങ്ങളും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളും കൊണ്ട് അവസരങ്ങൾ സ്വയം നശിപ്പിക്കരുത്. നെഗറ്റീവ് കമൻറ്റുകൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്ത് കൂടുതൽ പുലിവാൽ പിടിക്കണോ എന്ന് രേണു സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറേയധികം ആൾക്കാർക്ക് അറിയാം, സുപ്രസിദ്ധയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലൊക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല. സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോൾ ഈ ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത്. തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും തയ്യാറാണ്. ശരിയാവാം.
കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. ഓ, അതായത് ഒരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത് psycho- എന്തായാലും രേണു ചോദ്യങ്ങളെയെല്ലാം നന്നായി പക്കമായി മറുപടി കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കുവാൻ പഠിച്ചു. അനുഭവങ്ങളാണല്ലോ ജീവിതപാഠം. ചോദ്യങ്ങളോട് ഒന്നും രേണു പൊട്ടിത്തെറിച്ചില്ല. ഒരു ചോദ്യവും തള്ളിക്കളഞ്ഞില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മര്യാദ കാണിച്ചു ഉത്തരം പറഞ്ഞു. ഒരു ഇരുത്തം വന്ന് രേണുവിനെ കാണാൻ കഴിഞ്ഞു. അത് അഭിനയത്തിലും താമസിയാതെ സ്വായത്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം.